ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ. വാസവനും ഈ പ്രശാന്തും കടകംപള്ളിയും പത്മകുമാറും ഒക്കെ പൂർണ്ണ നഗ്നരായി ജനമധ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ആ കാഴ്ചയൊന്ന് കാണണം നിങ്ങൾക്ക്. അതിൽ ചില ആൾക്കാരുടെ മുഖമൊക്കെ ഇരുണ്ടിയിട്ടുണ്ട്, ചില ആൾക്കാരുടെ മുഖമൊക്കെ പതറിയിട്ടുണ്ട്, ചില ആൾക്കാർ ഉളുപ്പില്ലാത്തവർ ഇപ്പോഴും ഇങ്ങനെ ചിരിച്ച് അർമാദിക്കുന്നുണ്ട്. രണ്ടു ദിവസം മുമ്പ് ദേശാഭിമാനി പത്രത്തിൽ വാസവന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു കേട്ടോ. വാസവൻ പറയുന്നത് ഞങ്ങൾ മാന്യന്മാരാണ്, ഞങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഞങ്ങൾ ഈ ഞങ്ങളെയാണ് ഇപ്പം ഹൈക്കോടതി നിയമിച്ച ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെവിക്ക് പിടിച്ചിരിക്കുന്നത്. ചെവിക്ക് പിടിച്ച് തൂക്കി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. വലിച്ചെറിയും നിങ്ങളെ കേരളീയ സമൂഹത്തിൽ നിന്ന്. പിണറായി വിജയ, നിന്നെയും നിന്റെ ഈ ദേവസ്വം ബോർഡിനെയും ഉണ്ടല്ലോ തൂക്കി അറബിക്കടലിലേക്ക് എറിയും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ഇന്നലെ വരെ നമ്മളോട് ദേവസ്വം മന്ത്രി വാസവനും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും അതല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ മന്ത്രി കടകംപള്ളി പ്രത്യേകിച്ചൊന്നും മിണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. കടകംപള്ളി ആകെ ബേജാറായി ഓടി നടക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴത്തേക്ക് തന്നെ കടകംപള്ളി ഓടുകയാണ്. മറ്റേ മുതലുണ്ടല്ലോ, നമ്മുടെ പത്മകുമാർ, പഴയ പ്രസിഡന്റ്, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ല. ദേവസ്വം ബോർഡിന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ചുമതല ക്ഷേത്ര സ്വത്ത് പരിപാലിക്കുകയാണ്, ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കുകയാണ്. ഏറ്റവും അവരുടെ പ്രൈം എയിം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതെ, ക്ഷേത്രത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടു പോകാതെ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഭക്തന്മാർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കുണ്ടല്ലോ. ഈ ശബരിമല അയ്യപ്പ സംഗമം ഒക്കെ ഇവർ നടത്തിയത് ഭക്തന്മാർക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ, വിദേശത്തുള്ള ഭക്തരെ ആകർഷിക്കാൻ, പിൽഗ്രീം ടൂറിസം എന്നൊക്കെ പറഞ്ഞ് കുറെ കണ്ണുപൊടിയിടുന്ന പരിപാടികളൊക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്ഷേത്രം സംരക്ഷിക്കുക എന്നുള്ളതാണ്, ക്ഷേത്രത്തിലെ സമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അപ്പൊ അങ്ങനെ ഇരിക്കവെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഈ വൻ കൊള്ള പുറത്തു വന്നപ്പോഴാണ് ഇവർ പറയുന്നത് അന്ന് ഞങ്ങളല്ല. ദേവസ്വം മന്ത്രി വാസവനാവട്ടെ, നേരത്തെ പറഞ്ഞ ഈ പ്രശാന്ത് ആവട്ടെ, മുന്നത്തെ കടകംപള്ളി ആവട്ടെ, അതല്ലെങ്കിൽ ഈ പത്മകുമാർ ആകട്ടെ, എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഞങ്ങൾ ബോർഡിന് ഒരു ഉത്തരവാദിത്വമില്ല, സർക്കാരിന് ഉത്തരവാദിത്തമില്ല, ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ല. ഇത് കുറെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴേ ആൾക്കാർ ചോദിച്ചിരുന്നു, അങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം? നിങ്ങൾ പൊട്ടന്മാരാണോ? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾക്ക് ആകെ യാത്രാപത്രം എഴുതിയെടുക്കലും ഈ പറയുന്ന തരത്തിലുള്ള ആർഭാടം ദൂർത്ത് ഇത് നടത്തും മാത്രമാണോ? അതല്ലെങ്കിൽ സന്നിധാനത്ത് പോയി കണ്ട് കയ്യും താത്തിയിരുന്ന് മറ്റേ പ്രസാദം വാങ്ങിയ ആസനത്ത് തേക്കലും മാത്രമാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം? ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അപ്പോഴാണ് ഹൈക്കോടതി SIT ചുമതലപ്പെടുത്തുന്നത്. അവർക്ക് ഈ പിണറായി വിജയന്റെ തന്നെ വിജിലൻസുകാര് അവർക്ക് നേരത്തെ തന്നെ അവരുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ദേവസ്വത്തിന്റെ, അതായത് ഈ ശബരിമല ദേവസ്വത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത് ആരും കൂടി ഉത്തരവാദികളാണ്, ഈ ദേവസ്വം ബോർഡ് കൂടി ഉത്തരവാദികളാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ആ 2 അംഗങ്ങളും മാത്രമല്ല ഇതിന്റെ മേലെയുള്ള, അങ്ങനെ ഇവരുടെ റിപ്പോർട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനൊക്കെ ഉത്തരവാദിത്തമാണെങ്കിൽ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന വാസവൻ പിന്നെ ഉത്തരവാദിത്തം ഇല്ലാതിരിക്കുവോ? പഴയ കടകംപള്ളിക്ക് ഉത്തരവാദിത്തം ഇല്ലാതിരിക്കുവോ? അപ്പം ആ വാർത്തയാണ് അതിൻ്റെതായ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ മലയാള മനോരമ പ്രതിയാണ് ബോർഡും. 2019 ദേവസ്വം ബോർഡ് 8ാം പ്രതി, അതായത് 2 FIR ഇട്ടിരുന്നു. ആ 2ാമത്തെ FIR-ൽ 8ാം പ്രതിയാണ് 2019 ദേവസ്വം ബോർഡ്. സന്നിധാനത്ത് SIT പരിശോധന. അത് കഴിഞ്ഞിട്ട് വേറെ പുതിയൊരു വാർത്തയുണ്ട് മനോരമയിൽ. അതാണ് തെക്ക് വടക്ക് മൂലകളിലെ പാളികളിലും തട്ടിപ്പ്. ഇത് പുതിയൊരു വാർത്തയാണ്. അതായത് ഈ ദ്വാരപാലക വിഗ്രഹം മാത്രമല്ല, അതിനെ പൊതിഞ്ഞിരിക്കുന്ന തകിട് മാത്രമല്ല, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി മാത്രമല്ല കട്ടുകൊണ്ടുപോയത്. പിന്നെന്താണ്? തെക്ക് വടക്ക് മൂലകളിലെ പാളികളിലും തട്ടിപ്പ്. ബോർഡിന്റേത് ഗുരുതര വീഴ്ചയെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് പറയുന്നു. ബോർഡിന്റേത് ഗുരുതര വീഴ്ച. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന ഇടപാട് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാനാവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പറഞ്ഞ തെമ്മാടിത്തൊക്കെ ബോർഡ് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബോർഡിന്റെ പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, ബോർഡിലെ അംഗങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ
അത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് ആര് പറയുന്നത്? ദേവസ്വം വിജിലൻസ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ വാർത്ത മനോരമ കൊടുത്തത്. ഇനി മാധ്യമം നോക്കാം. മാധ്യമത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ശബരിമല സ്വർണ്ണ തട്ടിപ്പ്, സ്വർണ്ണ കവർച്ച, ഉന്നതരും കുടുങ്ങും. ഈ ഉന്നതർ ആരൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രി തലം മുതലുള്ള കടകംപള്ളി, വാസവൻ, പിന്നീട് നീ കാരണഭൂതത്തിന്റെ അടുത്തെത്തുന്നല്ലേ? കാരണഭൂതത്തിന്റെ അടുത്തെത്താൻ ഇടയില്ല. കാരണം ഇതിനേക്കാൾ വലിയ എന്താ പറയാ, വെള്ളിയാഴ്ച ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് പാപ്പവള്ളി പോയില്ല എന്ന് പറഞ്ഞ മാതിരി സാധ്യതയില്ല. കാരണം കാരണഭൂതത്തിന് എന്തു ചെയ്യാം, ആരും പിടിക്കില്ല. കാരണം അങ്ങനെയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ, ഇന്ന് രാവിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഉന്നതരും കുടുങ്ങും, മുൻ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ എന്നാണ് പറയുന്നത്. അതിൽ പത്മകുമാറിന്റെ ഒരു കമന്റ് ഇട്ടെ: തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറച്ച ബോധ്യമുണ്ട്, വീഴ്ച ഉണ്ടായെങ്കിൽ പരിശോധിക്കട്ടെ എന്നാണ് പത്മകുമാർ പറയുന്നത്. പത്മകുമാറിന് പ്രശ്നമൊന്നുമില്ല. പത്മകുമാറിന്റെ മൂത്താപ്പ പണ്ട് നിയമസഭയിൽ നിന്ന് 2 കൈയും പൊന്തിച്ച് കണ്ട് പറഞ്ഞതാണല്ലോ, എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ മാതിരി പത്മകുമാർ ഇപ്പൊ 2 കൈയും 4 കാലും പൊന്തിച്ചിട്ട് പറയാണ് എന്റെ കൈകളും ശുദ്ധമാണ്. അത്രയേ ഉള്ളൂ, അത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നീട് വാസു എന്ന് പറയുന്നത് വേറൊരു പ്രസിഡന്റ് ആയിരുന്നു. ഇയാൾ നേരത്തെ കമ്മീഷണറൊക്കെ ആയിരുന്നു. ഇയാൾ പറയുന്നത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കും. അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ അപ്പോൾ വിവരം അറിയുമോനെ. അപ്പൊ ഇങ്ങനെയാണ് മാധ്യമത്തിന്റെ സ്ഥിതി. കേരള കൗമുദി, എനിക്ക് തോന്നുന്നു ഈ എന്താ പറയാ, ശബരിമല ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളകൗമുദി വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ കേരളകൗമുദി നൽകുന്നുണ്ട്. കേരളകൗമുദിയുടെ ഇന്നത്തെ വാർത്ത എനിക്ക് തോന്നുന്നു ഇന്ന് ഇറങ്ങിയ പത്രങ്ങളിൽ വെച്ചിട്ട് വളരെ സംക്ഷിപ്തമായി, മനോരമ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതത്ര വിശദമായിട്ടില്ലെങ്കിലും വളരെ പെട്ടെന്ന് ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇന്ന് വാർത്ത കൊടുത്തത് കേരളകൗമുദിയാണ്. കേരളകൗമുദിയുടെ തലക്കെട്ട് കണ്ടില്ലേ? ശബരിമല സ്വർണ്ണ കൊള്ള പ്രതി ദേവസ്വം ബോർഡ് എന്നാണ്. ഇത്രയേ ഉള്ളൂ, പ്രതി ദേവസ്വം ബോർഡ്. അതായത് 8 പ്രതികളുണ്ട്. ഈ 8 പ്രതികൾ 8ാമത്തെ പ്രതിയാണ് ദേവസ്വം ബോർഡ് എന്നാണെങ്കിലും അവരെ ബാക്കിയുള്ള 7 പ്രതികളെക്കാൾ ഗുരുതരമായ ഉത്തരവാദിത്വ ലംഘനം ചെയ്തത് ബോർഡാണ്. അപ്പൊ പ്രതി എന്ന് പറഞ്ഞാൽ 8ാം പ്രതി ആയിക്കോട്ടെ. പക്ഷേ അതാണ് ഏറ്റവും പ്രധാനം. കുറ്റം ഉദ്യോഗസ്ഥരിൽ ചാർത്തുന്ന വാദം പൊളിഞ്ഞു. അന്തംഗമ്മികളെ, ഇനിയിപ്പോ ഇവരൊക്കെ എന്താണ് ഈ ചാനലുകളിലൊക്കെ വന്നിട്ട് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ഒന്ന്. ഇവർ പറഞ്ഞ ഏറ്റവും വലിയ എന്താ പറയാ, തൊലിക്കട്ടിയുടെ അപാര ഉദാഹരണമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഹൈക്കോടതി കേസ് അന്വേഷിക്കുന്നതെന്നാണ് ഇതുവരെ ഈ പറയുന്ന അന്തംഗമ്മികൾ ചാനലിലൊക്കെ വന്നിരുന്നു നമ്മളോട് ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് അന്വേഷണം. ഇതൊക്കെ ഈ കേരളത്തിൽ എല്ലാവരും അറിഞ്ഞതാണ്. പിന്നെ വേറൊരു വാദം എന്താണെന്നറിയോ? അതായത് ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിൽ നിർത്തി UDF കളിച്ച കളിയാണ്. ഒന്ന് ആലോചിച്ച് വേണ്ടി, ഞാൻ പല പ്രാവശ്യം പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെ 2 ഭരണക്കാലത്തും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇയാൾ അവിടെ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് ഒരു കയ്യും കടക്കില്ല. എന്നിട്ട് പറയാണ് ഇയാൾ UDFന്റെ ആളാണ്. ഇതിന്റെ മുന്നേ UDF ഭരണകാലത്തെ ഇയാൾ ഉണ്ടായിരുന്നു. ഇയാൾ എന്തല്ലോ കീഴ്ശാന്തി ആയിരുന്ന കാലത്ത് തന്നെ ഇയാൾ എന്തോ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് ഇയാൾക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളെ പിടിച്ച് പുറത്താക്കണ്ടേന്ന്? ഈ പറഞ്ഞ തട്ടിപ്പുകാരനാണോ കഴിഞ്ഞ 10 വർഷവും നിങ്ങൾ ഈ പറഞ്ഞ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ഈ സ്വർണ്ണപ്പള്ളികളൊക്കെ ഇങ്ങനെ അഴിച്ചു കൊടുത്ത് വിടുന്നത്? എന്നിട്ട് ഇപ്പൊ പിടിയിലപ്പം പറയാണ് ഇയാൾ ഞങ്ങളാളല്ല, ഇയാൾ മറ്റൊരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് കഴിഞ്ഞ 10 വർഷവും ഇയാളെ കൊണ്ടു നടന്ന് ഇയാള് കട്ടുമുടിക്കുന്നത് നോക്കി നിന്ന് അതിന് ഷെയറും പറ്റി അവസാനം പിടിച്ചവൻ പറയുന്നത് ഞങ്ങളാളല്ല, അയാൾ മറ്റേ ആളാണ്. എന്നിട്ട് പറയാണ് ഇത് ആഗോള സംഗമം കലക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എന്താ ശോഭ കെടുത്താൻ. നല്ല ശോഭയായിരുന്നല്ലോ. ഈ വിവാദം അതല്ലാന്നേ. ഈ വിവാദം അതിന്റെ മുന്നേ തന്നെ തുടങ്ങിയതാണ്. ഇതെല്ലാം ഇവിടെ പറഞ്ഞ് ഈ കേൾക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിപാടികളാണ് ഇവർ നടത്തുന്നത്. എന്താണ് ഈ പീഠം, ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാതായെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. അതായത് അവസാനം ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇത് ദേവസ്വം ബോർഡാണ് എടുത്തതെന്ന് പറഞ്ഞു. അവസാനം ഇത് ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇയാൾ മഹാകള്ളനാണ്, ഇയാൾ കള്ളത്തരം പറഞ്ഞു. അതുകൊണ്ട് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടെന്ന്. ഏറ്റവും പ്രധാനം, ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരം പറഞ്ഞിട്ടല്ല, കള്ളത്തരം കണ്ടിട്ടല്ല, കള്ളത്തരം പറഞ്ഞതുകൊണ്ടല്ല. അതായത് 2025 വാസവൻ മന്ത്രിയുടെ കാലത്ത്, പ്രശാന്തിന്റെ കാലത്ത് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ടുപോയി. അതായത് പണ്ട് നമ്മുടെ വിജയ് മല്യ സ്വർണ്ണത്തകിട് പതിപ്പിച്ചത് 2019 മാറ്റിയിട്ട് പിന്നെ സ്വർണം പൂശി പിടിപ്പിച്ചിരുന്നല്ലോ. ആ സ്വർണം പൂശി പിടിപ്പിച്ചത് വീണ്ടും 2025 സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച ഇതളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആരോട് ചോദിക്കാതെ അറിയോ? ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇവർ അഴിച്ചെടുത്ത് കൊണ്ടുപോയി. അതായത് 2023 ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവുണ്ട്. അവിടെ ഇമാതിരി എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും ആരെ അറിയിക്കണം? ഹൈക്കോടതിയെ അറിയിച്ച് ഹൈക്കോടതിയുടെ മുൻകൂർ അനുവാദം വാങ്ങണം.
അപ്പൊ ഹൈക്കോടതിയെ അറിയിക്കാതെ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് ഹൈക്കോടതി നിയോഗിച്ച ജില്ലാ ജഡ്ജിയാണ്. സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെയാണ് 2025 ഇപ്പൊ ഈ പ്രശാന്തും വാസവനൊക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ 2025 കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, 2025 ഞങ്ങളൊക്കെ എന്താണ് പറയുക കൃത്യമായിട്ടാണ് ചെയ്തതെന്ന് ഉളുപ്പും മാനില്ലാതെ നമ്മളെ മുഖത്ത് നോക്കി പറയാണ് 2025 ഞങ്ങൾ ചെയ്തതൊക്കെ നേരായ വഴിക്കാണ്. 2019ലാണ് പത്മകുമാറും കടകംപള്ളിയാണ് ഉള്ള അട്ടിമറിയൊക്കെ ചെയ്തത്, ഞങ്ങൾ ചെയ്തത് ഒക്കെ റെഡിയാണെന്നാണ് പറയുന്നത്. ഇവര് ചെയ്തപ്പോഴാണ് കോടതി പിടിച്ചത്. ഇവരങ്ങനെ ഈ സ്പെഷ്യൽ കമ്മീഷണറോട് അനുവാദം വാങ്ങാതെ ഇവർ കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി? ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. കൂടെ കൊണ്ടുപോയത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഈ ഇവരുടെ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ കൊണ്ടുകൊടുത്തത് ആർക്കാണ്? ഈ പറയുന്ന ഇതേ പോറ്റിക്കാണ് ഇവർ കൊണ്ടുകൊടുക്കുന്നത്. അപ്പോഴാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വിവരം ആരറിയുന്നത്? ഈ സ്പെഷ്യൽ കമ്മീഷണർ അറിയുന്നത്. ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണർ അറിയുന്നതും സ്പെഷ്യൽ കമ്മീഷണർ ഈ വിവരം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് എങ്ങനെ പുറത്തു കൊണ്ടുപോയി. ദേവസ്വം മാനുവൽ അനുസരിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇതിന്റെ പാളികൾ ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇതിന്റെ പ്രമൈസസിനെ വെച്ചിട്ട് അതിന്റെ ചുറ്റുവട്ടത്തിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഈ ശ്രീകോവിലിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതെന്തിന്, എങ്ങനെ, ആരോട് ചോദിച്ചിട്ട് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്ന് ഹൈക്കോടതി ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് എല്ലാം പാടെ ഉരുക്കിപ്പോയിന്ന്. പിന്നെ ഉരുക്കിപ്പോയ സാധനം അല്ലെങ്കിൽ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണൊക്കെ ഒരു ലിക്വിഡ് ഫോമിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എന്നാ ശരി പണി കഴിഞ്ഞിട്ട് കൊണ്ടുവരട്ടെ. അങ്ങനെയാണ് പണി കഴിഞ്ഞിട്ട് ഈ സാധനം കൊണ്ടുവരുന്നത്. അതിപ്പോഴും പിടിപ്പിച്ചിട്ടില്ല. ഈ അടുത്ത ആഴ്ചങ്ങാണ്ടാണ് ഈ സ്വർണം പൂശിയ ഈ വർഷം സ്വർണം പൂശിയ ഈ പാളി പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ആനക്കള്ളന്മാര് വാസവന്റെ ഈ ബോർഡ് സെക്രട്ടറി PS പ്രസാദ് എന്ന് പറയുന്നത് ഞങ്ങൾ 916 ആണ്. മറ്റേ പത്മകുമാറും കടകംപള്ളിയാണല്ലോ എല്ലാ തകരാറെന്ന് പറയുന്നത്. അവര് ആനക്കള്ളന്മാരാണെങ്കിൽ ഇവര് അതേപോലുള്ള ആ കള്ളത്തരൊക്കെ ചെയ്ത ആൾക്കാരാണ് ഇവരും. ഇതാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. അപ്പോഴാണ് ഹൈക്കോടതി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതൊക്കെ ഈ ആഗോള സംഗമം നടക്കുന്നതിനൊക്കെ എത്രയോ മുമ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് ആഗോള സംഗമം നടത്തുന്നത്. അതിന്റെ 3-4 ദിവസം മുമ്പാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തുന്നത്. അപ്പൊ ഇവര് പറയുന്നത് ഈ പീഠം കണ്ടെത്തി അല്ലെങ്കിൽ പീഠം ഒളിപ്പിച്ച് വെച്ചിട്ട് മഹാസംഗമത്തെ തകർക്കാൻ പോയതാണ്, ഇതാണ് എല്ലാത്തിനും കാരണം, ഇവരാണ് വിവാദം ഉണ്ടാക്കുന്നതൊക്കെ. പറയുന്നതിനൊരു മര്യാദ ഇല്ലേ ഇപ്പൊ? അപ്പൊ ഇവരുടെ ഈ അന്തംഗമികളുടെ എല്ലാ ഇവരുടെ ഉഡ്ഡായ്പും പൊളിഞ്ഞു. എല്ലാ ഉഡ്ഡായ്പുകളും പൊളിഞ്ഞിരിക്കുകയാണ്. എന്താ പറയാ, ഈ ജനമധ്യത്തിൽ ഉടുതുണി എന്താ പറയാ ഇല്ലാണ്ട് നിൽക്കാന്ന് പറയില്ലേ, ഉടുതുണി ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പൊ പിണറായി സർക്കാർ. വാസവനും ഈ പ്രശാന്തും കടകംപള്ളിയും പത്മകുമാറും ഒക്കെ പൂർണ്ണ നഗ്നരായി ജനമധ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ആ കാഴ്ചയൊന്ന് കാണണം നിങ്ങൾക്ക്. അതിൽ ചില ആൾക്കാരുടെ മുഖമൊക്കെ ഇരുണ്ടിയിട്ടുണ്ട്, ചില ആൾക്കാരുടെ മുഖമൊക്കെ പതറിയിട്ടുണ്ട്, ചില ആൾക്കാർ ഉളുപ്പില്ലാത്തവർ ഇപ്പോഴും ഇങ്ങനെ ചിരിച്ച് അർമാദിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് ദേശാഭിമാനി പത്രത്തിൽ വാസവന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു കേട്ടോ. വാസവൻ പറയുന്നത് ഞങ്ങൾ മാന്യന്മാരാണ്, ഞങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ ഞങ്ങളെയാണ് ഇപ്പം ഹൈക്കോടതി നിയമിച്ച ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെവിക്ക് പിടിച്ച് തൂക്കി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. വലിച്ചെറിയും നിങ്ങളെ കേരളീയ സമൂഹത്തിൽ നിന്ന്. പിണറായി വിജയ, നിന്നെയും നിന്റെ ഈ ദേവസ്വം ബോർഡിനെയും ഉണ്ടല്ലോ തൂക്കി അറബിക്കടലിലേക്ക് എറിയും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. അപ്പം കേരള കൗമുദി പറയുന്നു, പ്രതി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ കുടുങ്ങി എന്നാ പറയുന്നത്. മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ കുടുങ്ങി എന്നിട്ട് പറയുന്നു, രാഷ്ട്രീയ നേതാക്കൾ മാത്രമടങ്ങിയ ബോർഡ് പ്രതിസ്ഥാനത്ത് വന്നതോടെ സർക്കാരും ഇടതുമുന്നണിയും വിളറി വെളുത്ത അവസ്ഥയിലാണ്. സ്മിതാദേവി പറയുന്നു, സർക്കാരും ദേവസ്വം ബോർഡും വിളറി വെളുത്തിരിക്കുന്നു. ഇതിൽ അങ്ങേപ്പുറം പറയാനില്ല. ഏറ്റവും കൃത്യമായ രീതിയിലാണ് സ്മിതാദേവി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ക്രമക്കേടിൽ ബോർഡ് അംഗങ്ങൾക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്നാണ് നിഗമനം. ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടി വരുമെന്നും മാത്രമല്ല അറസ്റ്റിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് എന്ന് കേരള കൗമുദി പറയുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണമായതിനാൽ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുന്നത് തിരിച്ചടിയാവുമെന്ന് പ്രതികൾക്ക് തിരിച്ചറിവുമുണ്ട്. അപ്പോൾ ഈ ഭരണസമിതിയാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത് എന്നുള്ള ഏറ്റവും പ്രസക്തമായ കാര്യമാണ് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നത്. ഇനി അന്തംഗമ്മികളെ, നിങ്ങളുടെ ഈ പരിപ്പിന് വേവില്ല മക്കളെ കേട്ടോ.
അങ്ങനെയാണ് കേരളകൗമുദിയുടെ വാർത്ത. ഇനി മാതൃഭൂമി പറയുന്നത് ശബരിമല സ്വർണ്ണ കട്ടിളപ്പാളി കാണാതായി ബോർഡും പ്രതി എന്നാണ് മാതൃഭൂമി പറയുന്നത്. 2019 ദേവസ്വം ഭരണസമിതി 8ാം പ്രതി. എന്നിട്ട് അതിൽ പറയുന്നു, സ്വർണം കടത്തിയതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്നാണ് സർക്കാരും ദേവസ്വം ബോർഡും ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ CPM നേതൃത്വം നൽകിയ ഭരണസമിതി തന്നെ പ്രതിസ്ഥാനത്ത് വന്നത് സർക്കാരിനെ വെട്ടിലാക്കി. ഈ കേസിലും 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇനി മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിലെ നിങ്ങൾ ഒരു പക്ഷെ ഞെട്ടിപ്പോകട്ടോ. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന എഡിറ്റോറിയൽ പേജില് എനിക്ക് തോന്നുന്നു ഇന്ന് ഇറങ്ങിയ പത്രങ്ങളിൽ വെച്ചിട്ട് മാതൃഭൂമിയുടെ ഈ ഒരു പരമ്പരയുടെ ഭാഗമുണ്ടല്ലോ, ഇതാ എഡിറ്റോറിയൽ പേജിലെ ടോപ്പിൽ അര പേജ് ഉണ്ട്. തയ്യാറാക്കിയത് ശ്രീ KR പ്രഹ്ലാദൻ, G രാജേഷ് കുമാർ, വിവേക് R ചന്ദ്രൻ. ഈ റിപ്പോർട്ടർമാർ തയ്യാറാക്കിയ വിജിലൻസിനെ വെട്ടിയ പത്മകുമാർ എന്ന് പറയുന്നത്. വിജിലൻസിനെ വെട്ടിയ പത്മകുമാർ. ഇതിലെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത് അന്വേഷിച്ചത്, അതായത് പ്രാഥമിക അന്വേഷണം നടത്തിയത് ശബരിമലയില് CPMന്റെ അല്ലെങ്കിൽ അതായത് 2019 കാലത്ത് പത്മകുമാറിന്റെ അല്ലെങ്കിൽ കടകംപള്ളിയുടെ സ്വന്തം വിജിലൻസുകാരാണ് ഇത് അന്വേഷിച്ചത് കേട്ടോ. ആ സ്വന്തം വിജിലൻസുകാര് ഇത് അന്വേഷിച്ചിട്ട് അവര് പറയുകയാണ്, അല്ലെങ്കിൽ CPMന്റെ സ്വന്തം വിജിലൻസുകാര്, അല്ലാതെ UDFന്റെയോ BJPയുടെയോ ഒന്നും വിജിലൻസ് സംഘമല്ല അത് അന്വേഷിച്ചു കേട്ടോ. ആ വിജിലൻസുകാർ അന്വേഷിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ വേറെ മാർഗമില്ല. അവരന്വേഷിച്ചിട്ടാണ് ഈ പ്രാഥമികമായി ഈ ദേവസ്വം ബോർഡ് ഇതിനൊക്കെ കൂട്ടുനിന്നുവെന്നും ദേവസ്വം ബോർഡാണ് സ്വർണം എന്നുള്ളത് ചെമ്പ് എന്ന് ചില ഉത്തരവുകളിൽ രേഖപ്പെടുത്തിയതെന്നും വളരെ കൃത്യമായി ഇവരുടെ വിജിലൻസ് ആണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുന്നത്. ഇവര് വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള പുറം ഇടപെടലുകൾ, അതായത് ഇതിൽ പറയുന്നു, ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, ചില വ്യാപാരികൾ, ചില വൻ വ്യവസായി അതിൽപ്പെട്ട ഒരു വ്യവസായി സദാസമയം ഈ മറ്റേ സന്നിധാനത്താണത്രേ. ഇയാളാണ് ഉള്ള പടിപൂജ മുഴുവനും ബുക്ക് ചെയ്യുന്നത്. അതായത് ഭക്തന്മാര് പടിപൂജ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോട്ട് കിട്ടാതെ വിഷമിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവര് ആകെ സങ്കടപ്പെടുമ്പോൾ ഈ വ്യവസായി ഉള്ള പടിപൂജ മുഴുവൻ ഇയാളുടെ പേരിൽ ബുക്ക് ചെയ്യും. പ്രധാനപ്പെട്ട പൂജകളൊക്കെ മൂപ്പരുടെ പേരിൽ ബുക്ക് ചെയ്തിട്ട് മൂപ്പർ ഇത് തിരിച്ച്, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ അയ്യപ്പന് വേണ്ടിയിട്ട് സർവസ്വവും അങ്ങോട്ട് എന്താ പറയാ അർപ്പിക്കുന്ന ഈ ഭക്തന്മാരെ ചൂഷണം ചെയ്ത് ഇവരിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങി ഇയാൾ ഈ പൂജകളൊക്കെ വഴിപാടുകളൊക്കെ ഇയാൾ മറിച്ചു കൊടുക്കുന്ന ആലോചിച്ച് നോക്കിയട്ടെ. ഒരു ഭക്തിയുടെ മറവിൽ നടക്കുന്ന കൊള്ള. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ഈ അരവണ നമുക്കൊക്കെ കിട്ടുന്ന അരവണയുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ വീട്ടിലെ ഫ്രിഡ്ജില് 1-2 അരവണ പൊട്ടിക്കാതെ കിടക്കുന്നുണ്ട്. ആരൊക്കെയോ ശബരിമലക്ക് പോയിട്ട് അവര് സന്തോഷപൂർവ്വം കൊണ്ട് തന്ന പ്രസാദമാണ്. ഇത് പൊട്ടിക്കാത്തൊരു കാരണം എന്താണെന്ന് അറിയാം. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വൃത്തികെട്ട സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല. അവിടുന്ന് വരുന്ന ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ വലിയ അയ്യപ്പന്റെ പ്രസാദം എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മണ്ണ് കടിക്കുന്ന ശർക്കര, പുളിച്ച ശർക്കര, നമുക്ക് വായിലൊക്കെ അറപ്പാകും പ്രസാദമാണെന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ ഈ മാതൃഭൂമിയിലെ ഈ ലേഖനത്തിൽ വളരെ കൃത്യമായി പറയുന്നു. അരവണയിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇവര് അരവണ ഒരു 1000 ബോട്ടലിന്റെ അരവണക്ക് വേണ്ട സാധനങ്ങള് ഇവരൊരു 1500 ബോട്ടില് അരവണക്കുള്ള സാധനങ്ങളാക്കി മാറ്റും അത്രേ. വെള്ളം ചേർത്ത്, പുളിച്ച ശർക്കര ചേർത്ത്, എന്താ പറയാ, ഒരു കാരണവശാലും ഇതിൽ ചേർക്കാൻ പറ്റാത്ത തരത്തിലുള്ള പഴകി ദ്രവിച്ച സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇവർ ഇതിന്റെ ക്വാണ്ടിറ്റിയാണ് കൂട്ടും. അതായത് 1000 അരവണ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾക്ക് 1500 അരവണ കൊണ്ട് ഉണ്ടാക്കും. അപ്പൊ ബാക്കിയുള്ള 500 എണ്ണം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് ഈ ട്രാവൽ ഏജൻസിക്കാർക്കൊക്കെ കൊടുത്തിട്ട്, അതായത് ട്രാവൽ ഏജൻസി ഒരുപാട് ഭക്തന്മാരെ ഈ ട്രാവൽ ഏജൻസികളൊക്കെ കൊണ്ടുവരും. അവർ ഈ അരവണക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതിന് പകരം ഇവര് തന്നെ നേരിട്ട് കണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പുറം വിൽപ്പന, ഒരു പാരലൽ വിൽപ്പന അരവണ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇവർ 10-500 എണ്ണം അങ്ങോട്ട് മാറ്റി കൊടുക്കും. ഞാൻ ഏതാണ്ട് കണക്ക് പറയണ്ട, ഒരു 1000 എന്ന് പറഞ്ഞാൽ ഒരു പകുതിയിൽ കൂടുതൽ അരവണ ഇവര് വ്യാജമായി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വെള്ളം ചേർത്ത് ഉണ്ടാക്കുക. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ മലിന വെള്ളം ചേർത്തിട്ട്, അതായത് ഈ പറയുന്ന ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഈ ശർക്കരയോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഈ സാധനം ഉണ്ടാക്കിയിട്ട് ശരിക്കും 1000 കൃത്യമായ നല്ല അരവണ ഉണ്ടാക്കുന്നതിന് പകരം 1500 അലമ്പ അരവണ ഉണ്ടാക്കിയിട്ട്, അപ്പൊ ഇവർക്ക് ഈ 500 അരവണയുടെ പൈസ ഇവർക്ക് ലാഭമായി. ഇങ്ങനെ പിന്നെന്താ ചെയ്യാ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചില പൂജകൾക്കുള്ള എന്താ പറയാ പ്രത്യേക പൂജകൾക്കുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ ഈ കലവറയിൽ നിന്ന് എടുത്തിട്ട്
ഇതിന്റെ പകുതി പോലും ഉപയോഗിക്കില്ല. അത്ര പകുതിയല്ല, ഇതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പൂജക്കൊക്കെ വേണ്ടിയിട്ട്, വിവിധ പൂജകൾക്ക് വേണ്ടി ആവശ്യമുള്ള തേനും നെയ്യും അങ്ങനെയുള്ള ഏറ്റവും വില കൂടിയ വസ്തുക്കളൊക്കെ കണ്ടമാനം ഇവർ വാങ്ങിയിട്ട് ഇതിന്റെ ചെറിയൊരു ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവൻ തിരിച്ചു വീണ്ടും ഇവർ അങ്ങോട്ടേക്ക് വിൽക്കുക. അത്രേ ഇമാതിരി നമ്മൾ കേട്ടാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന, അമ്പരന്ന് പോകുന്ന വിവരങ്ങളാണ് ഈ വിജിലൻസിനെ വെട്ടിയ പത്മകുമാർ എന്ന് പറഞ്ഞ ലേഖനത്തിൽ പറയുന്നത് കേട്ടോ. ഇത് കാലങ്ങളായി തുടർന്നതാണ് ഓരോ ദേവസ്വം ബോർഡും. ഇനിയിപ്പോ ഇതിന്റെ മുന്നിലുള്ള UDF ആണെങ്കിൽ അങ്ങനെ, UDF ആണെങ്കിലും LDF വന്നത് ഒക്കെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഇപ്പൊ അവര് പറയുന്നത് വേറൊന്ന് പറയുന്നത് എന്താ അറിയോ, ഈ ശിവകുമാറിന്റെ അനിയനായിട്ടായിരുന്നു പാത്രത്തിന്റെ പർച്ചേസ് നടത്തിയത്, 1.25 കോടിയുടെ പാത്രങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എന്തെങ്കിലും നടപടി, അതായത് UDFന്റെ കാലത്ത് മുഴുവൻ അഴിമതി എന്നായിരുന്നല്ലോ ഇവര് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശബരിമലയിൽ നടന്ന UDFന്റെ ഭരണകാലത്ത് നടന്ന അഴിമതികൾ ഏതെങ്കിലും പിണറായി വിജയ കണ്ടെത്തിയോ? അപ്പൊ നിങ്ങൾ കൂട്ടുകച്ചവടമാണ്. PV അൻവർ പറഞ്ഞ എത്ര ശരിയാണ്. നിങ്ങൾ നെക്സസ് ആണ്, പരസ്പരം നിങ്ങൾ കട്ടുപിടിക്കുകയാണ്. നിങ്ങൾ ഭരണത്തിലേറുമ്പോ നിങ്ങൾ കക്കും, അവര് ഭരണത്തിലേറുമ്പോ അവര് കക്കും. കട്ട് കേടോ. ഇതാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ചിദാനന്ദപുരി സ്വാമി, ഏത് പത്രത്തിലാണെന്ന് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഇന്ന് ഏതൊരു പത്രത്തിൽ ചിദാനന്ദപുരി സ്വാമി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലേക്ക് ഇനി മുതൽ ഒരു തരത്തിലുള്ള സമർപ്പണവും ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംഭാവനയും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ അവിടെ പോയി തൊഴുക, നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഞങ്ങൾ ഇവിടെ ഒന്നും അർപ്പിക്കുന്നില്ല, ഞങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ദേവസ്വംകാർ കൈയിട്ട് വാരും, അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചു പോരുക. നിങ്ങൾ ഭഗവാനെ സമർപ്പിക്കേണ്ടത് ബാക്കിയുള്ള സ്വകാര്യ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ അർപ്പിച്ചോളൂ, പക്ഷെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഒന്നും അർപ്പിക്കരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്, അതായത് ഭക്തന്മാരിങ്ങനെ ഈ വാരിക്കോരി കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ തന്നെ ദേവസ്വം ബോർഡ് പിന്നെ അവിടെ ഭരണം നടത്തിയ കാര്യമില്ല. അപ്പൊ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി എന്താണ് ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ, ദേവസ്വം ബോർഡ് ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ദേവസ്വം ആനെല്ലാം അങ്ങനെയൊക്കെ കാണും. എങ്ങനെ കാണും? അതായത് ഈ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. പക്ഷേ അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യാൻ പോകുന്നത് എങ്ങനെ വഴിപാടിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റും, എങ്ങനെ സ്വർണം, പൈസ, രത്നങ്ങള് ഒക്കെ എങ്ങനെ കൈയിട്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. ഏതായാലും ഭഗവാൻ അയ്യപ്പൻ, ഈ അയ്യപ്പനെ വെച്ചിട്ടായിരുന്നല്ലോ ഈ ഇവരുടെ കളി അല്ലേ? എത്ര തവണ അയ്യപ്പനെ എന്തൊക്കെ പറഞ്ഞു അല്ലേ? ആ പൂമരം പറഞ്ഞതൊന്നും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല കേട്ടോ. അയ്യപ്പനും മാളികപ്പുറവും കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്ന സംഭവം, അയ്യപ്പൻ ഇതിനൊക്കെ അയ്യപ്പൻ പകരം ചോദിക്കുകയാണ് കേട്ടോ. അയ്യപ്പന്റെ ശക്തി. പത്മകുമാറെ, കടകംപള്ളി വാസവ, TS പ്രശാന്തേ, കാരണഭൂതമേ, വിടില്ല നിങ്ങൾ കേട്ടോ. അപ്പൊ ഇത് മാതൃഭൂമിയുടെ ഈ ലേഖനം, ഞാൻ പറഞ്ഞത് ഈ ലേഖനത്തിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും. അവിടെ നടക്കുന്ന തീവെട്ടി കൊള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും, ഓ ഈ മുഖ്യമന്ത്രിയുടെ മോൾ എക്സാലോജിക്ക് മാസപ്പടി 1.25 കോടി മാസപ്പടി വാങ്ങിയത് ഇത്ര വലിയ പ്രശ്നമാക്കണോ? ഇത് വായിച്ചപ്പോ ഒരാളിനോട് പറഞ്ഞതാണ്, നമ്മളെ അയ്യപ്പന്റെ അടുത്തുനിന്ന് കോടികളല്ലേ കൈയിട്ട് വരുന്നത്. പിന്നെ ആ പാവം വീണ ആ ടീച്ചറുടെ കമലേച്ചിന്റെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ ഒരു പാവ IT കമ്പനി, അവരിപ്പോ 1.25 കോടിയോ 1.5 കോടിയോ ഒക്കെ മാസപ്പടി വാങ്ങിയത് നമ്മളിങ്ങനെ പറയാണ്ടോ? ഇത് അതിന്റെ 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയല്ല, 1000 ഇരട്ടിയാണ് ഇമാതിരി ആൾക്കാർ കൈയിട്ട് വരുന്നത്. നോക്കണേ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റു പത്രങ്ങളിലെ വാർത്തകൾ. ഞാൻ ഒരു പത്രം മാത്രം നിങ്ങൾക്ക് കാണിച്ചില്ല. ആ പത്രം നമ്മുടെ സ്വന്തം ദേശാഭിമാനി. ഇങ്ങനെ എല്ലാ പത്രങ്ങളും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേശാഭിമാനിയുടെ ഒന്നാം കണ്ടില്ലേ, ഒന്നുമില്ല. ദേവസ്വം ബോർഡ് പ്രതിയുമില്ല, ദേവസ്വം ബോർഡിനെതിരെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അതിനു പകരം അക്ഷരമുറ്റം, അറിവിന്റെ താരകം, പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഒരു കള്ളത്തരം, അതായത് കലാപം ലക്ഷ്യമിട്ട് UDF സ്ഫോടക വസ്തു എറിഞ്ഞു. ഒരു പുതിയൊരു കണ്ടുപിടുത്തം. ഞാനത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഏതായാലും ദേശാഭിമാനി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്വർണ്ണ കൊള്ളക്കടത്ത് ആവിയായിപ്പോയി, വിറച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ സ്മിതാദേവി കേരളത്തിൽ പറഞ്ഞ പോലെ അന്തംഗമ്മികളാകെ വിളറി വെളുത്തിരിക്കുകയാണ്. വിളറി വെളുത്ത ഒരു ദേശാഭിമാനിയാണ് ഇത്. ഒന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ
ഇതാണ് ദേശാഭിമാനി കണ്ടെത്തിയ ഒരു പ്രധാന വാർത്ത. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുക്കും, അന്വേഷണം ഊർജിതം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഇവർ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നത്. ഈ തലക്കെട്ടിന് പകരെ കടകംപള്ളിയെ കസ്റ്റഡിയിലെടുക്കും, പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കും എന്നൊക്കെ വാർത്ത വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം ദേശാഭിമാനി എന്ത് ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.